ഇത്തവണ പോയത് ചെങ്കൽ മഹേശ്വരം ക്ഷേത്രത്തിലേക്കായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നും കഷ്ടിച്ച് 30 കിലോമീറ്റർ അകലെ കിടക്കുന്ന ഈ ക്ഷേത്രം അവിടെയുള്ള 111 അടി പൊക്കമുള്ള ശിവലിംഗം കാരണം ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ്. താരതമ്യേന പുതിയ ക്ഷേത്രത്തെപ്പറ്റി ഞാൻ അറിഞ്ഞത് മുതൽ എനിക്ക് അവിടെ സന്ദർശിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവധി ദിവസം ഞാൻ ബൈക്കുമെടുത്ത് ആ വഴിയിലേക്ക് സഞ്ചരിച്ചു. ഹൈവേയിൽ നിന്ന് തിരിഞ്ഞ് പച്ചപ്പും ഹരിതാവും നിറഞ്ഞ നാട്ടുവഴികളിലൂടെയുള്ള യാത്രയിലൂടെ അവസാനം ഞാൻ ക്ഷേത്ര പരിസരത്ത് എത്തി. പ്രൗഢഗംഭീരവും ശുദ്ധിയുള്ളതുമായ ക്ഷേത്ര പരിസരം. കയറുമ്പോൾ തന്നെ നമുക്ക് അകലെ നിന്നും ആ ശിവലിംഗത്തിൻ്റെ ദർശനം ലഭിക്കുന്നുണ്ട്. ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തേക്ക് അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള വിശാലമായുള്ള ക്ഷേത്രത്തിലേക്കുള്ള പാത നന്നായി പരിപാലിച്ചിട്ടുണ്ട്. പാർവതി സമേതനായ ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ക്ഷേത്രപ്രവേശന ദ്വാരത്തിന് ഇരുവശത്തുമായി 2 ആനകളുടെ പ്രൗഢഗംഭീരമായ ശില്പങ്ങളും ക്ഷേത്രത്തിനഭിമുഖമായി നന്ദിയുടെ വലിയൊരു വിഗ്രഹവും നമുക്ക് കാണാം. ക്ഷേത്രത്തിനകത്തുള്ള വിശ്വശാന്തി പീഠവും വിശ്വശാന്തിക്കായുള്ള സ്വാമി മഹേശ്വരാനന്ദ സ്വാമികളുടെ സന്ദേശവും ദർശിച്ച് നമ്മൾ വരുമ്പോൾ ശിവലിംഗത്തിൻ്റെ അഭൂതപൂർവമായ ദൃശ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിമനോഹരമായ രീതിയിൽ സംരക്ഷിച്ചിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ പരിസരം കാണാൻ വളരെ ഭംഗിയുണ്ട്. ശിവലിംഗത്തിനോട് ചേർന്ന് തന്നെ ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണകായ ശില്പവുമുണ്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകരിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗ പ്രതിഷ്ഠയാണിത്. പ്രതിഷ്ഠയ്ക്കുള്ളിലേക്ക് ഹനുമാൻ സ്വാമിയുടെ പൂർണ്ണകായ ശില്പത്തിലൂടെ നമുക്ക് പ്രവേശിക്കാനും അതിനുള്ളിലെ പല തട്ടുകളായുള്ള മൂലാധാര മണ്ഡപങ്ങളിൽ ധ്യാനിക്കാനും സാധിക്കുന്നതാണ്. അടുത്ത് തന്നെ മഹേശ്വരാനന്ദ സ്വാമികളുടെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ആശ്രമവും കാണാം. നമഃശിവായ. ശംഭോ മഹാദേവ.